ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയാണ്. അധികം സമയമൊന്നും വേണ്ട ഈ ബിരിയാണി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബിരിയാണി. പിന്നെ അധികം സമയമൊന്നും വേണ്ട, സവാളയൊന്നും വഴറ്റി സമയം കളയണ്ട. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് സവാള, ഒരു 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് വഴറ്റിയൊന്നും വേണ്ട, ഈ ബീഫിൻ്റെ കൂടെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ കുക്കറിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ചെറിയ സവാള ആണെങ്കിൽ 3 സവാള എടുക്കണം. വലിയ സവാള ആയതുകൊണ്ട് 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിൽ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വെന്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഇതെല്ലാം നല്ലോണം കൈകൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് പിന്നെ അടച്ച് വെക്കണം. 2-3 വിസിൽ വരുമ്പോഴേക്കും വെന്തിട്ടുണ്ടെങ്കിൽ ഇറക്കി വെക്കാം. പിന്നെ ഒരു പിടി ചുവന്നുള്ളിയും പിന്നെ ചെറിയൊരു കുടം പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറെ പിന്നെ മുളക് പൊടിയൊന്നും ഇടണില്ല, അതുകൊണ്ട് പച്ചമുളക് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോ ഒരു കല്ലിലോ ഇട്ട് നല്ലോണം ചതച്ച് വെക്കണം. അരഞ്ഞു പോകരുത്, ചതച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി വേവിക്കാനായിട്ടാണ് അത്. ആ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചോറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പിന്നെ പെരിഞ്ജീരകം, ഇതെല്ലാം കുറച്ച് മതി, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ്, അത് ഒഴിച്ച് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ സമയം കൊണ്ട് നമുക്ക് അരി നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ വെക്കണം. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷം അടച്ച് വെക്കുക. അതൊന്ന് തിളക്കണ സമയത്താണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ കൈമ റൈസാണ് എടുത്തേക്കുന്നത്, ചെറിയ അരിയാണിത്. നല്ല ടേസ്റ്റാണ് ഈ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ. പിന്നെ ഇത് കഴുകിയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് ഒരു 10 മിനിറ്റൊക്കെ കുതിർത്തിടണം. അതിനുശേഷം വെള്ളം പിന്നെ കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു അരിപ്പയിലിട്ട് വെള്ളം പോകാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് പിന്നെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, അത് ഇടാൻ മറന്നുപോയി. നേരത്തെ ആ മസാലയൊക്കെ ഇട്ടപ്പം ആ ബേ ലീഫും കൂടി ഇടണമായിരുന്നു. എന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കണേന്, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ ഓയിലും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മൂടി വെച്ച് ഒന്ന് വേവിക്കണം. നല്ലതുപോലെ ഒന്ന് വെന്ത് വരണ്ട, ഒരു തൊടുമ്പം ഒന്ന് പൊട്ടണ സൈസിൽ ഒന്ന് വെന്ത് വന്നാൽ മതി. ഇത് 2 സവാള എടുത്തിട്ട് നേരിയതായി ഒട്ടും കനമില്ലാതെ കട്ട് ചെയ്ത് വെച്ചേക്കണേന് സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം അരിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വെന്താൽ മതി. അതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം വെള്ളം പോകാനായിട്ട്. അത് ഒരു ഊട്ടപ്പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേന് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ വെച്ചിട്ടാണ് സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ തന്നെ കുറച്ച് വേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കശുവണ്ടി, മുന്തിരി അതും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക്. എന്നിട്ട് അതിലേക്ക് പിന്നെ ഈ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇടണം കേട്ടോ, ഒരു പീസ് ഇഞ്ചിയും ഒരു പീസും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കണം. എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അത് നല്ലപോലെ സ്ലൈസായി കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അരി വേവിക്കാൻ ഉപ്പിട്ടിട്ടുണ്ട്, ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം.
തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. നല്ലതുപോലെ വെന്ത് വരണം. അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ തക്കാളി അതിന് പെട്ടെന്ന് തന്നെ നല്ലോണം വെന്ത് കിട്ടിക്കോളും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചി വേവിക്കാനായിട്ടാകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കറി മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരും. നിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബീഫൊക്കെ അപ്പം നല്ലോണം വെന്തിരിക്കുന്നുണ്ട്. ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ നല്ലതുപോലെ സവാളയൊക്കെ നല്ലതുപോലെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ഈ ബീഫിൽ നിന്ന് ഇറങ്ങിയേക്കണ വെള്ളമാണിത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് തുറന്ന് വെച്ച് തന്നെ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണം. ഇത്രയും വെള്ളം ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കണ്ട. അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റി വരില്ല. ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് തന്നെ വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ വറ്റണ്ട, കുറച്ച് ചാറോടുകൂടി വേണം. എന്നിട്ട് അതിലേക്ക് ഒരു പിടി പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ കഴുകി കട്ട് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നാൽ അധികം പിന്നെ വെള്ളമൊന്നും വറ്റണ്ട. ഇതിൽ നിന്ന് അതിലേക്ക് വേണം ഈ ചോറ് ഇട്ട് കൊടുക്കാനായിട്ട്. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം പരത്തി ഇതിൻ്റെ മുകളിലേക്ക് ഈ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. കറിയിൽ നല്ല ഡ്രൈ ആയി പോകരുത്. കുറച്ച് വെള്ളം വേണം അതിലേക്ക്. എന്നാലാണ് അതിൻ്റെ മണമൊക്കെ ഇതിലേക്ക് പിടിക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിന്നെ കളർപ്പൊടി, മഞ്ഞ കളറും കുറച്ച് പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്, ഒരു കളറ് കിട്ടാനായിട്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയും നെയ്യും കൂടെ അതും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്ത് ഈ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് കുറച്ച് വേപ്പിലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ചും കൂടെ ചോറും ഇട്ട് കൊടുത്തേക്കണേണ്. അങ്ങനെ 2-3 ട്രിപ്പായിട്ടാണ് 3 ട്രിപ്പായിട്ടാണ് ചോറിട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റത്തെ ഇതാണ് മുകളിൽ ഇട്ട് കൊടുത്തേക്കണ ചോറ്. അതിൻ്റെ മുകളിൽ പിന്നെ മഞ്ഞ കളർ ഒഴിച്ച് കുറച്ച് കറി മസാല അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചൊന്ന് തൂകി കൊടുക്കണം. കൂടുതലാകരുത്, കുറച്ച് മതി. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും നെയ്യും കൂടെ കൂടിയതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറും ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയില ഇട്ട് അതിന് മേലിൽ ബാക്കി സവാള ഫ്രൈ ചെയ്തതും വേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്ത് പിന്നെ കശുവണ്ടി മുന്തിരി അതൊക്കെ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. 6 kg ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതും കൂടെ കുറച്ച് നമുക്ക് ആവശ്യത്തിന്, കുറേ വേണ്ട, എന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി പിന്നെ നല്ലതുപോലെ മൂടി വെക്കണം. അതിൻ്റെ മുകളിൽ ഇതൊക്കെ കയറ്റി വെച്ചിട്ട് ആവി പോകാത്ത വിധത്തിൽ മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് കഴിക്കാൻ നേരത്ത് ദം പൊട്ടിച്ചാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് നല്ലോണം നല്ല ജ്യൂസി ആയിരിക്കേണ്ടത്, നല്ല ടേസ്റ്റാണ്. അതേ സവാളയൊന്നും വഴറ്റി നമുക്ക് സമയം കളയണ്ട. നല്ലത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.